ആ പ്രവാചകന് വേണ്ടി നാം ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും മലക്കുകളും പ്രവാചകന് സ്വലാത്ത് നേരുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകനെ വാഴ്ത്തലാണ്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ശേഷം അല്ലാഹു നമ്മോടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, പ്രവാചകന് നിങ്ങൾ സ്വലാത്ത് നേരണം, പ്രവാചകന് നിങ്ങൾ സലാം പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ധാരാളമായി ദുആ ചെയ്യുന്ന ആളാണ്, ആ ദുആഇന്റെ 4-1 ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ? പ്രവാചകനും പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ. എന്നാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അതാണ് ഖൈർ. അങ്ങനെ പറഞ്ഞു അവസാനം അദ്ദേഹം പറഞ്ഞത്, എന്റെ മുഴുവൻ ദുആയും നബിയെ, ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ സമയം, അത് അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ മുഴുവനും ഞാൻ സ്വലാത്ത് ചെല്ലട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ഇദൻ തുക്ഫാ ഹമ്മക് വയുഗ്ഫറു ലക ദംബുക്. നിന്റെ എല്ലാ ഉത്കണ്ഠകളും നിന്റെ എല്ലാ ബേജാറുകളും ആ സ്വലാത്ത് കൊണ്ട് നീങ്ങിപ്പോകുന്നതാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ആരാണോ നബിയുടെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്, അവരുടെ പ്രയാസങ്ങൾ ഉത്കണ്ഠകൾ നീങ്ങിപ്പോകുന്നതാണ്, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാമുള്ള പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. നാം ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയും, ഇനി ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റാൽ പോലും ആ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ പിൻപറ്റേണ്ടവരാണ് നാം. പക്ഷെ ആ നബിയെ കുറിച്ച് നമ്മൾ പഠിച്ചോ? നബിയുടെ സുന്നത്ത് മനസ്സിലാക്കിയോ? ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആ പ്രവാചകനോടുള്ള ഉത്തരവാദിത്തം നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം ഞാനും നിങ്ങളും